വചനമൊഴി മാർച്ച് 21. വചനഭാഗം 1 കോരിന്തോസ് 2:1-8, മത്തായിയുടെ സുവിശേഷം 17:1-9. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലം മിശിഹാ രഹസ്യത്തിലേക്ക് ആഴത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു ആത്മീയ യാത്ര കൂടിയാണ്. ഇന്നത്തെ ദൈവവചനങ്ങൾ ദൈവജ്ഞാനവും ദൈവമഹത്വവും ദർശിക്കുന്നതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യജ്ഞാനമല്ല ദൈവജ്ഞാനമെന്ന് പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസ്ലീഹ തന്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുന്നത്, താൻ പറയുന്നത് വാഗ്വിലാസത്തോടെയോ മനുഷ്യജ്ഞാനത്തിലൂടെയോ അല്ല, മറിച്ച് ക്രൂശിക്കപ്പെട്ട മിശിഹായുടെ ശക്തിയിലൂടെയാണ്. താൻ ഈശോ മിശിഹായെ, അതായത് ക്രൂശിക്കപ്പെട്ടവനായ മിശിഹായെ അറിയുവാൻ തീരുമാനിച്ചുവെന്ന സ്ലീഹ പറയുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം ലോകത്തിന്റെ ജ്ഞാനത്തോട് വ്യത്യസ്തമാണ്. ലോകം ശക്തിയെയും മഹത്വത്തെയും തേടുമ്പോൾ ദൈവം വിനയത്തിലും കുരിശിലുമാണ് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഈശോ മിശിഹായുടെ രൂപാന്തരീകരണത്തെക്കുറിച്ചുള്ള വിവരണമാണ് നാം ശ്രവിക്കുന്നത്. പത്രോസും യാക്കോബും യോഹന്നാനും ഈശോയുടെ ദിവ്യമഹത്വം ദർശിക്കുന്നു. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഈ അനുഭവം ശിഷ്യന്മാർക്ക് ഒരു ആത്മീയ വെളിച്ചമാണ്. കുരിശിന്റെ ദുഃഖത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവർക്ക് ഈശോയുടെ മഹത്വം കാണിച്ചു കൊടുക്കുന്നു. ദൈവപിതാവിന്റെ ശബ്ദം അവർ കേൾക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ കേൾക്കുവിൻ. ഈ രണ്ട് വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ്ലീഹ മിശിഹായുടെ കുരിശിന്റെ രഹസ്യം പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് മഹത്വത്തിന്റെ ദർശനം കാണുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ കുരിശും മഹത്വവും വേർപിരിയാത്തവയാണ്. ദുഃഖത്തിലൂടെ, സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് മിശിഹായുടെ പാത. ഈ നോമ്പുകാലത്തിന്റെ ആത്മീയ ആഹ്വാനം, മിശിഹായുടെ കുരിശിന്റെ യഥാർത്ഥ അർത്ഥം നാം മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ജ്ഞാനത്തെ സ്വീകരിക്കുവാൻ തയ്യാറാണോ? ഈശോയെ കേൾക്കുവാനും അവന്റെ പാത പിന്തുടരുവാനും സഹനത്തിന്റെ പാതയിലൂടെ നടന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഹ്വാനമാണ് നോമ്പുകാലം നമുക്ക് നൽകുന്നത്. നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിച്ച് ഉയർപ്പിന്റെ മഹത്വം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ഈ നോമ്പുകാലത്തും മിശിഹായുടെ കുരിശിന്റെ പാതയിലൂടെ യാത്ര ചെയ്ത് ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.